സഹോദര, നിങ്ങളുടെ വീഡിയോ പലർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പലരും അത് കാണാറുണ്ട്. എന്നാൽ ഈ പരിശുദ്ധമായ റമദാനിൽ നോമ്പിനെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത വീഡിയോ ഒരുപാട് വിശ്വാസികളെ വേദനിപ്പിച്ചു കാണില്ലേ? ചിരിപ്പിക്കലായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതിൽ ചിരിക്കാൻ തമാശകളൊന്നും ഇല്ലല്ലോ. ഇനിയല്ല, വഷളാക്കലായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതൊരൽപ്പം അതിര് കടന്നുപോയില്ലേ? തമാശക്കാണെങ്കിൽ പോലും ഒരാളുടെയും വിശ്വാസത്തെയും ആചാരത്തെയും കളിയാക്കാൻ നിൽക്കരുത്. അതൊരുപാട് പേരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കും. നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ സഹോദര? മുസ്ലിങ്ങൾ മാത്രമാണോ നോമ്പെടുക്കുന്നത്? അതിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങളെ മനസ്സിലാക്കി പരിശുദ്ധ റമദാൻ മാസത്തിൽ ഹൈന്ദവരും ക്രൈസ്തവരൊക്കെ നോമ്പെടുക്കുന്നില്ലേ? അവർ എത്ര ബഹുമാനത്തോടെയും ആദരവോടു കൂടിയാണ് പരിശുദ്ധ റമദാനെ വരവേൽക്കുന്നത്. നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി പല്ലുകുത്തി മണപ്പിക്കലായില്ലേ? ഒരു മുസ്ലിം നാമധാലിൽ നിന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ നോമ്പിനെ താഴ്ത്തിയിട്ട് എന്താ ഇപ്പൊ കിട്ടിയത്? നിങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പ് ഇങ്ങനെയാണോ? ഞങ്ങളാരും പഠിച്ച പരിശുദ്ധ റമദാൻ നോമ്പ് ഇങ്ങനെയല്ല. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പരിശുദ്ധ മാസമാണ് റമദാൻ. നമ്മൾ ഈ ചെയ്യുന്ന തമാശകളും രസങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഈമാൻ തെറ്റാനൊരു കാരണമാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്തായാലും അറിഞ്ഞുകൊണ്ട് താങ്കൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഒരു വീഡിയോക്ക് വേണ്ടി ഒരു രസമായിട്ട് ചെയ്തതായിരിക്കാം. എന്നാൽ കാര്യം ഒരല്പം ഗൗരവമാണ്. അള്ളാഹുവിൻ്റെ ശാപത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കൾക്ക് എൻ്റെ ഈ ചെറിയ ഉപദേശം മനസ്സിലായെങ്കിൽ ആ വീഡിയോ അങ്ങ് ഒഴിവാക്കലാണ് നല്ലത്. അത് താങ്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്.